ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയെ മോഡേൺ ഡ്രസ്സിൽ കണ്ടതോടുകൂടി സൂര്യയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനിക്കാണെങ്കിൽ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നന്ദിനി പറയണേ, എനിക്കിതൊക്കെ ഇട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു, അതുകൊണ്ട് എനിക്കിതിടാൻ വയ്യ സൂര്യ സാർ. നീ എന്താ വിളിച്ചത് എന്നെ സൂര്യ സാർ എന്നോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ സൂര്യ സാർ എന്ന് വിളിക്കരുത് എന്ന്. അപ്പോൾ സോറി ഏട്ടാ, ഈ ഡ്രസ്സ് ഒട്ടും തന്നെ ചേരുന്നില്ല ഏട്ടാ, അതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ വയ്യ. നന്ദിനി സൂര്യയെ ഏട്ടാ എന്ന് വിളിച്ചത് കേട്ടപ്പോൾ ആരതിക്ക് അങ്ങ് അതിശയം വരികയാണ്. എന്താ നന്ദിനി നീ വിളിച്ചത് ഏട്ടാ എന്നോ? ഇതിപ്പോൾ എന്ന് സംഭവിച്ചു? ഏട്ടാ എന്നുള്ള വിളിയൊക്കെ എന്നാ തുടങ്ങിയത്? സൂര്യ പറയണേ, അതൊന്നും പറയാതിരിക്കുകയാണ് ആരതി. ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നോ ഇവളെ ഏട്ടാ എന്ന് വിളിപ്പിച്ചത്. അപ്പോൾ ആരതി പറയണേ, എന്തായാലും ഏട്ടനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നന്ദിനെ ഇത്രമാത്രം അധികം ഏട്ടൻ മാറ്റിയെടുത്തല്ലോ. അപ്പോൾ നന്ദിനി പറയണേ, ആരതി ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഓരോന്ന് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രോത്സാഹനം കൂടി കൊടുത്താലേ എന്നെക്കൊണ്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വിവേക് പറയണ, അതിനെ ഭർത്താവിനെ ഏട്ടാ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നന്ദിനി. അപ്പോൾ നന്ദിനി പറയണേ, നിങ്ങൾ ആര് തന്നെ എന്ത് പറഞ്ഞാലും ശരി, ഈ ഡ്രസ്സൊന്നും ഇട്ട് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഞാൻ ഈ ഡ്രസ്സ് എന്തായാലും ഇടാൻ പോകുന്നില്ല. അപ്പോൾ സൂര്യ പറയണം, ഈ എന്താ നന്ദിനി ഇങ്ങനെ പറയുന്നത്? ഈ ഡ്രസ്സിന് ഇപ്പോൾ എന്ത് കുഴപ്പമാണുള്ളത്? ഈ ഡ്രസ്സ് ഇട്ട് തന്നെ നീ പുറത്തേക്ക് വന്നാൽ മതി. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഇതിപ്പോൾ സൂര്യ സാർ എന്നോട് ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു, അത് സൂര്യ സാർ കാണുകയും ചെയ്തു. ഇനി എന്നെ കൊണ്ട് ഈ ഡ്രസ്സ് ഇടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് തന്നെ ധരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് നന്ദിനിക്ക് സൂര്യ വാങ്ങിച്ചു കൊടുത്ത നല്ല ഭംഗിയുള്ള ഒരു സാരി ഉണ്ട് കേട്ടോ, അതെടുത്തോണ്ട് വരികയാണ്. അപ്പോൾ സൂര്യ തടയുകയാണ്. എന്താ നന്ദിനി നീ പറയുന്നത്? ഇല്ല, എനിക്ക് ഈ സാരി തന്നെ മതി. സൂര്യ പറയാണ്, ആരതി നീ കണ്ടില്ലേ നന്ദിനി കാണിക്കാൻ പോകുന്നത്? ഈ ഡ്രസ്സിൽ ഇപ്പോൾ എന്താ ഒരു കുഴപ്പമുള്ളത്? നന്ദിനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് താഴേക്ക് വന്നാൽ എന്ത് കുഴപ്പമാണുള്ളത്? എല്ലാവരും ഒന്ന് തള്ളി നിൽക്കാനാണ് പോകുന്നത്. ഇത് നന്ദിനി തന്നെയാണോ എന്ന് അവർ അതിശയിച്ചു പോവും. അതുകൊണ്ട് ഞാൻ ഇവളെ എടുത്തോണ്ട് തന്നെ അങ്ങ് പോയാലോ, എന്നിട്ട് എല്ലാവർക്കും മുന്നിൽ കൊണ്ടുപോയാൽ അതാണ് നല്ലത്. അപ്പോൾ ആരതി പറയണേ, വേണ്ട ഏട്ടാ, അവൾക്ക് ഈ ഡ്രസ്സ് ഇട്ട് വല്ലാതെ നാണം വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഏട്ടൻ പറഞ്ഞതുപോലെ അവൾ ഇട്ട് കാണിച്ചു തന്നില്ലേ, ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ സാരി എടുത്തോട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി സൂര്യ വാങ്ങിച്ചു കൊടുത്ത നല്ല കോസ്റ്റ്ലി ആയ ഒരു സാരി തന്നെയാണ് എടുക്കുന്നത്. ആരതി പറയണേ, ഈ സാരിയിൽ നന്ദിനി എന്തായാലും മോഡേൺ ആയിരിക്കുകയും ചെയ്യും എന്ന ഈ നാട്ടുംപുറത്തെ കുട്ടിയെ പോലെ ഉണ്ടാവുകയും ചെയ്യും എന്ന്. പിന്നെ സൂര്യ നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇട്ടോട്ടെ എന്ന് വിവേകും പറയണം. സൂര്യ പറയണം, എങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ അത്ര നിർബന്ധമാണെങ്കിൽ നീ എന്നാ പോയി സാരി എടുത്തോണ്ട് വാ. പക്ഷേ ഇതുകൊണ്ട് നീ അങ്ങ് ജയിച്ചു എന്നൊന്നും കരുതണ്ട നന്ദിനി. ഞാൻ നിന്നെ ഒറ്റയടിക്ക് മാറ്റിയെടുത്തില്ലെങ്കിലും കുറേശ്ശെ ആയിട്ട് ഞാൻ നിന്നെ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. വിവേക്, നമുക്ക് പുറത്ത് നിൽക്കാം, ഇവർ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സൂര്യ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു എന്ന് നന്ദിനി അങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും നന്ദിനി വീഴാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയാണ് നന്ദിനിയെ അങ്ങ് പിടിക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ട് ഹരിത റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് ഹരിത പറയാണ്, വൗ, അടിപൊളി സീനിലാണല്ലോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഇങ്ങനെ ഒരു വേഷം ധരിപ്പിച്ചു എന്ന് കരുതി ഇവള് മഹാറാണിയാവൊന്നും പോകുന്നില്ല. ഹരിത വല്ലാതെ നന്ദിനി അങ്ങ് പരിഹസിക്കുമ്പോൾ സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എൻ്റെ സൂര്യ പറയണേ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്നിട്ട് സൂര്യ ഹരിതയോട് പറയണേ, നീയൊക്കെ എത്ര നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? നിന്റെ മനസ്സിലെ അഴുക്കും അഹങ്കാരവും കൂടി ഇല്ലാതാവണം, അതിനുള്ള അറിവും ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഒരു മനുഷ്യനായി മാറൂ. സ്നേഹിക്കാനുള്ള മനസ്സും മനുഷ്യത്വവുമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള അഴക്. അതൊന്നും നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, അതൊന്നും നിനക്ക് ഇല്ലതാനും. അതിനൊക്കെ എൻ്റെ നന്ദിനിയെ ഞാൻ എത്രയും പെട്ടെന്ന് മോഡേൺ ഡ്രസ്സ് ഇടിപ്പിക്കുന്നവളാക്കി മാറ്റും. പക്ഷേ നിന്നെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമുണ്ട്. ഹരിത പറയണേ, എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമോ? ഞാൻ ആരാണെന്ന് കരുതിയാണ് സൂര്യ പറയുന്നത്. സൂര്യ പറയണ, നീ ആരാണെന്നുള്ളത് നിനക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല, പക്ഷെ എനിക്കറിയാം. നന്ദിനിക്കുള്ള ഒരു ഗുണവും നിനക്കില്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും ദയവും ഒക്കെ നിനക്ക് എവിടെ നാടിയുള്ളത്? നന്ദിനിക്ക് ഉള്ളതും നിനക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. എന്തായാലും കൂടുതൽ സംസാരിക്കാതെ എൻ്റെ റൂമിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവടി. നീ ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ റൂമിലേക്ക് കയറി വന്നത്? ഹരിത പറയണ, ഞാനെന്തിന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണം? ഇത് എൻ്റെ ആൻറ്റിയുടെ വീടാണ്. സൂര്യ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്താടി നിനക്കെന്താ മുഴുത്ത ഭ്രാന്താണോ? നിനക്കെന്താ ഇത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ലേ? നിൻ്റെ ആൻറ്റിയുടെ വീടാണെങ്കിൽ ഇത് ഞാൻ താമസിക്കുന്ന എൻ്റെ പേഴ്സണൽ റൂമാണ്. എൻ്റെ ഭാര്യ നന്ദിനിയുടെ പേഴ്സണൽ റൂമാണ് ഇപ്പോൾ നീ നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വാചകമടിക്കാതെ ഇറങ്ങിപ്പോടി. അല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാനും ഈ സൂര്യക്ക് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞ് സൂര്യ ഹരിതയുടെ കഴുത്തിലേക്ക് പിടിക്കാൻ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സൂര്യ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിയോട് കൂടിയാണ് സൂര്യയും
നന്ദിനിയെയും പരിഹസിച്ചുകൊണ്ട് ഹരിത അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയും ഒട്ടും വിട്ടുകൊടുത്തതില്ല. അങ്ങനെ ഹരിത അവിടെ നിന്നും എല്ലാവർക്കും മുന്നിൽ സൂര്യയുടെ ആ ഒരു ചീത്ത കേട്ട് ആട്ടി ഇറക്കുന്നത് കേട്ട് നാണം കേട്ട് തലയും താഴ്ത്തി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, ഇനി എൻ്റെയും നന്ദിനിയുടെയും അനുവാദമില്ലാതെ ഈ റൂമിലേക്ക് നീ കാലെടുത്ത് വെച്ചാലേ നിനക്ക് ആ കാലുണ്ടാവില്ല, അത് ഓർത്തു വെച്ചോ എന്നൊക്കെ സൂര്യ പറയട്ടെ. അങ്ങനെ ഹരിത പോയി കഴിഞ്ഞ ശേഷം ആരതി പറയണേ, എന്തായാലും അവൾക്ക് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത് ഏട്ടാ എന്തുകൊണ്ടും നന്നായുള്ളൂ. അവൾക്ക് ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്, അവളുടെ അഹങ്കാരം ഇത്രയ്ക്കുണ്ട് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ സൂര്യ നന്ദിനിയോട് നീ ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയും വേഗം പോവുകയാണ് കേട്ടോ. ഈ സമയം ഇന്ദ്രജയും വിജയനും ഫംഗ്ഷൻ കൂടാൻ വന്ന ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിജയൻ ആ കാഴ്ച കാണുന്നത്. അങ്ങനെ വിജയൻ വാ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ദ്രജ ദാ നോക്ക്, എന്തൊരു ഭംഗിയാണ് കാണാന്, എന്ത് ഭംഗിയായിട്ടാണ് ആ പെൺകുട്ടി ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ളത്. ഇത് ഏത് പെൺകുട്ടിയാണ്, എന്തൊരു ഭംഗിയാണ് അതിനെ കാണാന്, മഹാലക്ഷ്മിയെ പോലെയുണ്ടല്ലോ, പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ ഇന്ദ്രജ എന്നൊക്കെ നന്ദിനിയെ കുറിച്ചാണ് കേട്ടോ വിജയൻ പറയുന്നത്. അങ്ങനെ നന്ദിനി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഇന്ദ്രജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ നന്ദിനി അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരുന്നത്. സാരിയൊക്കെ എടുത്ത് തനി നാടൻ ലുക്കിൽ നല്ല മഹാലക്ഷ്മിയെ പോലെയാണ് കേട്ടോ നന്ദിനി താഴേക്ക് ഇറങ്ങി വരുന്നത്. അത് കണ്ടിട്ടാണ് വിജയൻ ഇങ്ങനെ വാതോരാതെ നന്ദിനിയെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇതിലേക്ക് ഒരു തട്ടങ്ങ് കൊടുക്കുകയാണ് കേട്ടോ വിജയൻ്റെ. എന്നിട്ട് പറയണേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ശരിക്കും അവളെ മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ ശരിക്കൊന്ന് നോക്ക് അത് ആരാണ് ആ വരുന്നത് എന്ന്. ഇത് നമ്മുടെ നന്ദിനിയല്ലേ, നന്ദിനി ആളാകെ മാറിപ്പോയല്ലോ, ഇപ്പോൾ കണ്ടാൽ ആരും നന്ദിനി ഒരു വീട്ടുവേലക്കാരിയാണെന്നുള്ളത് പറയുക പോലും ഇല്ല, എനിക്ക് ഭംഗിയായിട്ടുണ്ട് എന്ന് വിജയൻ പറയട്ടെ. അപ്പോൾ ഇന്ദ്രജ് പറയണേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ കേട്ടോ. അപ്പോഴത്തേക്കും സൂര്യ നന്ദിനി വരുന്നത് കാണാണ്. അപ്പോൾ നന്ദിനിയുടെ അടുത്തേക്ക് സൂര്യ ചെന്നിട്ട് പറയണേ, നന്ദിനി അടിപൊളിയായിട്ടുണ്ട്, ഇപ്പോൾ നിന്നെ കണ്ടാൽ ഒരു ക്ലാസിക് ലുക്ക് ഉണ്ട്, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്, നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. നന്ദിനിയെക്കുറിച്ച് സൂര്യ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ നന്ദിനിക്ക് നാണം വരട്ടെ. അപ്പോൾ നന്ദിനി പറയുന്നത്, സൂര്യ സാർ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ഇത് കണ്ടും കൊണ്ട് യതീന്ദ്രന് പത്മയൊക്കെ വരിക കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ പറയണേ, നന്ദിനി മോളെ ഇത് നന്നായിട്ടുണ്ട് നിനക്ക് എന്ന് പറയട്ടെ. അപ്പോൾ വിജയൻ പറയണേ, നന്ദിനി നിന്നെ ഇപ്പോൾ കണ്ടാൽ ഒരു മഹാലക്ഷ്മിയെ പോലെ തോന്നുന്നുണ്ട്, അല്ല ആരതി എവിടെ, ആരതി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് എന്നോട് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞതാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, മോളെ നന്ദിനി നിന്നെ കണ്ട സത്യം പറയാലോ നിന്റെ അമ്മയെ ഇപ്പോൾ നേരിട്ട് കണ്ടതുപോലെയാണ് തോന്നുന്നത്, നിന്റെ അമ്മയും ഇതുപോലെ തന്നെയായിരുന്നു. നന്ദിനിയെ പുകഴ്ത്തിയിട്ട് യതീന്ദ്രനും പറയുന്നത് കേട്ടപ്പോൾ ഇന്ദ്രജ അവിടെ പിന്നെ ഒരു കൊനുഷ്ടുണ്ടാക്കുകയാണ്. എന്നിട്ട് പത്മയുടെ മനസ്സിലേക്ക് ഒരു ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രജ പറയണേ, എന്താ ഡാഡി മമ്മിയും ഇതുപോലെ എല്ലാ ദിവസവും സാരി എടുക്കാറുണ്ടല്ലോ, മമ്മി സാരി എടുക്കുന്നത് ഒരു ദിവസം പോലും ഡാഡിയുടെ കണ്ണിൽ പെടാറില്ലേ, മമ്മി സാരി എടുക്കുമ്പോഴൊക്കെ ഡാഡിയുടെ കണ്ണെന്താ പൊത്തി വെക്കാറാണോ ഉള്ളത്, ഇവളൊരു സാരി എടുത്ത് വന്നപ്പോൾ എന്തൊരു പുകഴ്ത്തലാണ് ഇവളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ പത്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ട് യതീന്ദ്രനെ അങ്ങനെ തുറച്ചു നോക്കുകയാണ്. അപ്പോൾ സൂര്യ പറയാണ്, ഡാഡി ഞാനൊരു കാര്യം പറയട്ടെ, സാരി എല്ലാവരും എടുക്കാറുണ്ട്, പക്ഷേ നല്ല മനസ്സുള്ളവർ എടുത്താലേ കുറച്ചുകൂടി ഭംഗി കൂടും. കേട്ടപ്പോൾ ഇന്ദ്രജങ്ങ് പരിഹസിച്ചുകൊണ്ടാണ് കേട്ടോ സൂര്യ നോക്കുന്നത്. ഓ അവൻ്റെ ഒരു നല്ല മനസ്സ് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് നന്ദിനി വാ നമുക്ക് പുറത്ത് പോയി എല്ലാവരെയും സ്വീകരിക്കാം, നമ്മളല്ലേ സ്വീകരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് പിന്നെ സൂര്യ സാർ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എന്താ എന്നെ വിളിച്ചത്, സൂര്യ സാറെന്നോ, ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, യോ ഇല്ല ഏട്ടാ ഞാൻ എന്തായാലും എല്ലാവരെയും സ്വീകരിക്കാൻ ഞാനില്ല, ഏട്ടൻ തന്നെ അത് ചെയ്താൽ മതി, ഞാനില്ല, അത് പറ്റില്ല നന്ദിനി, നീയും എന്നോടൊപ്പം വരണം, കാരണം നീ ഈ വീട്ടിലെ മരുമകളാണ്, അപ്പോൾ നിനക്കാണ് അതിനുള്ള കൂടുതൽ അവകാശം എന്ന് പറഞ്ഞ് നന്ദിനിയും കൊണ്ട് എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി സൂര്യ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണുന്ന പത്മയ്ക്കും ഇന്ദ്രജയ്ക്കും ഒക്കെ ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്നും പറയാനും പറ്റുന്നില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ. ദേഷ്യം കടിച്ചമർത്തിയിട്ടാണ് അവർ 3 പേര് അവിടെ നിൽക്കുന്നത്. സൂര്യയും നന്ദിനിയും കൂടി വരുന്നവരെയൊക്കെ സ്വീകരിക്കുകയാണ് കേട്ടോ. വിവേകിനോട് ഫോട്ടോ എടുക്കാനൊക്കെ സൂര്യ പറയുകയാണ്. അങ്ങനെ വിവേകിനെ മാറ്റി നിർത്തി നന്ദിനി ഒരു കാര്യം പറയുകയാണ്, ഞാനൊരു കാര്യം ഏൽപ്പിച്ചതല്ലേ വിവേക് അത് കൊണ്ടുവന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ പോക്കറ്റിൽ നിന്നും വിവേക് അതെടുത്ത് കൊടുക്കുകയാണ്. നന്ദിനി വിവേകിനോടും ആരതിയോടും വരുമ്പോൾ ഒരു മാല വാങ്ങി വരാൻ പറയുന്നുണ്ട്, സ്വർണ്ണമാല വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടാവും, അതാണ് വിവേക് എടുത്തു കൊടുക്കുന്നത്. എന്നിട്ട് ഇതെങ്ങനെയുണ്ട് മോഡൽ എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്
ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയട്ടോ. ഇത് ആരതിയുടെ സെലക്ഷനാണ് എന്നൊക്കെ വിവേക് പറയണ്. അങ്ങനെ നന്ദിനി പറയണ്, ഞാൻ എന്തായാലും കുറേശ്ശെ ആയിട്ട് ഇതിൻ്റെ കാശ് ഞാൻ തന്നു തീർത്തോളാം എന്ന് പറയുമ്പോൾ വിവേക് പറയണ്, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നന്ദിനി, ആദ്യം കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി ആ സ്വർണ്ണമാല രഞ്ജിത്തിനും വേദയ്ക്കും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് വിവേകിനോട് വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ സ്വർണ്ണമാലയാണ്, അത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ വിവേക് അവിടെ നിന്ന് ആ മാല കൊടുത്ത ശേഷം അങ്ങ് പോവുകയാണ്. അങ്ങനെ നന്ദിനിയും അവിടെ നിന്ന് പോകുന്ന സമയത്താണ് പെട്ടെന്ന് നന്ദിനിയുടെ കണ്ണിൽ രഞ്ജിത്ത് അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ രഞ്ജിത്തിൻ്റെ കയ്യിൽ ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് നന്ദിനി കാണുന്നുണ്ട് കേട്ടോ. ഇതെന്തിപ്പോൾ ഇയാൾ ഡ്രസ്സൊന്നും മാറാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്, സമയമായല്ലോ, ചടങ്ങിനുള്ള സമയമായല്ലോ, എന്നിട്ടും ഇയാൾ എന്താ ഡ്രസ്സൊന്നും മാറാതെ ഈ റിമോട്ടും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ നന്ദിനി സ്വയം മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയാണ് വിളക്കൊക്കെ കൊളുത്തി, ആദ്യം ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ നന്ദിനിയാണ് വിളക്ക് കൊളുത്തുന്നത്. എന്നിട്ട് പൂജാരി പറയുകയാണ് വേദയെ കൂട്ടിക്കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ഗംഗയും രാജീവും കൂടി സംസാരിക്കുകയാണ്. എന്തായി കാര്യങ്ങളൊക്കെ എവിടെ എത്തിയേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടില്ലേ എന്നോ വിളിച്ചു നോക്ക് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ രാജീവ് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ പോലീസിനെ ആയിരിക്കും കേട്ടോ അവർ വിളിക്കുന്നുണ്ടാവുക. രാജീവ് പോലീസുമായി സംസാരിച്ച ശേഷം ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ഗംഗയോട് പറയണേ, അവരിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് ഗംഗെ എന്ന് പറയട്ടോ. എങ്കിൽ ഞാൻ ആ ചടങ്ങിലേക്ക് പോവട്ടെ, നമ്മൾ രണ്ടുപേരും കൂടി പുറത്തു നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടാലേ അവർക്കൊക്കെ സംശയം വരും എന്ന് പറഞ്ഞ് ഗംഗ അകത്തേക്ക് പോവാണ്. അങ്ങനെ പൂജാരി വേദയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയട്ടോ. അപ്പോൾ അത് നന്ദിനിയോടാണ് പറയുന്നത്. നന്ദിനിയല്ലേ നാത്തൂന്, അപ്പോൾ വേദയെ കൂട്ടിക്കൊണ്ടുവരേണ്ട ചടങ്ങ് അത് നന്ദിനിക്കാണ് എന്ന് പറയുമ്പോൾ പത്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ഇന്ദ്രജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പത്മ പറയണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇന്ദ്രജയുണ്ടല്ലോ, ഇന്ദ്രജ പോയി കൂട്ടിക്കൊണ്ടു വന്നോളും, പിന്നെ ഹരിതയും ഉണ്ടല്ലോ എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി കൂടി ചെല്ലണം എന്ന് പറയണം. അങ്ങനെ നന്ദിനിയും കൂടി വേദയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഇന്ദ്രജയും ഹരിതയും നന്ദിനിയും ഒക്കെ കൂടി വേദയുടെ റൂമിലേക്ക് ചെല്ലേണ്ട. അപ്പോൾ വേദയ്ക്കാണെങ്കിലോ നന്ദിനിയെ കണ്ടതോടുകൂടി ദേഷ്യം പിടിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.